ജനകീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പും അദ്ദേഹം പറയുന്നുണ്ട് താൻ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെന്ന്. തന്നിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒപ്പമുണ്ടെന്ന്. പക്ഷേ പാർട്ടി ബന്ധം വിച്ഛേദിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്നും, തനിക്ക് ചുവരെഴുത്തുകളില്ല എന്നും, ബ്രാഞ്ച് തലത്തിലുള്ള കമ്മിറ്റികളില്ല എന്നും, വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ ഉണ്ടാകില്ല എന്നുമൊക്കെ ജി സുധാകരൻ പറയുന്നുണ്ടെങ്കിലും UDF ഇതൊരു വലിയ വാർത്തയാക്കാനോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയാക്കി മാറ്റാനോ ഉദ്ദേശിക്കുന്നില്ല. UDFിൻ്റെ മുന്നിൽ ഒന്ന് മാത്രമാണ്: അമ്പലപ്പുഴ പിടിച്ചെടുക്കുക. അതിനുള്ള എല്ലാ തരത്തിലും നീക്കങ്ങളും UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ജി സുധാകരൻ്റെ മത്സരവുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല എങ്കിൽ തന്നെയും പിന്തുണ എല്ലാ തരത്തിലും ജി സുധാകരന് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒപ്പം ജി സുധാകരനും UDFിൻ്റെ പിന്തുണ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി വലിയ തരത്തിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് UDF സ്വതന്ത്രനായി ജി സുധാകരനുണ്ടാവും, LDFിൻ്റെ സ്ഥാനാർത്ഥിയായി H സലാമും. മണ്ഡലത്തിൽ മത്സരം പൊടിപൊടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പാർട്ടി, അതായത് CPIM ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കായംകുളം പണ്ട് ജി സുധാകരൻ്റെ തട്ടകമായിരുന്നു. അവിടെ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും ആലപ്പുഴയിലും ചേർത്തലയിലും അരൂരിലുമൊക്കെ തന്നെ ജി സുധാകരന് തൻ്റേതായ ചില സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് വോട്ടട്ടിമറിക്കുവാൻ ജി സുധാകരൻ ശ്രമിക്കുമോ, അതോ അവിടെ ആ ജി സുധാകരനിലെ കമ്മ്യൂണിസ്റ്റിനൊപ്പം നിൽക്കുമോ എന്നൊരു ചോദ്യവും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി: അമ്പലപ്പുഴയിൽ വലിയ തരത്തിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. എന്നാൽ ജി സുധാകരനെതിരെ പരസ്യമായി ആക്രമണത്തിന് CPIMൻ്റെ നേതാക്കന്മാരാരും തന്നെ തയ്യാറായിട്ടില്ല. എന്നാലും മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ജി സുധാകരനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പാർട്ടിയുടെ ചങ്കിൽ കുത്തിയതിന് ശേഷമാണ് ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തുപോയതെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജി സുധാകരനെ 3 പ്രാവശ്യം ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നായിരുന്നു. പക്ഷേ ജി സുധാകരൻ ഇന്നതിന് മറുപടി നൽകിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത് നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടില്ല, അത്തരത്തിൽ മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ജി സുധാകരൻ എത്ര കണ്ട UDF പിന്തുണ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഈ ചോദ്യചിഹ്നത്തിൻ്റെ പിറകെ തന്നെയാണ് CPIMും. ഒരിക്കൽ പോലും കോൺഗ്രസുമായി ഒരു തരത്തിൽ പോലും സഹകരിച്ചു പോകാൻ തയ്യാറാകാത്ത ഒരു നേതാവ് തന്നെയായിരുന്നു ജി സുധാകരൻ. പക്ഷേ ഇപ്പോൾ ഒരു പരിധിവരെ UDF പറയുന്നിടത്തേക്ക് ജി സുധാകരന് എത്തേണ്ടി വന്നിരിക്കുന്നു. അതായത് സ്വതന്ത്രൻ എന്ന് ജി സുധാകരൻ പറയുമ്പോഴും, അല്ലെങ്കിൽ തന്നിലെ കമ്മ്യൂണിസ്റ്റുകാരനൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും, മത്സരരംഗത്തെത്തുമ്പോൾ അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞു UDFിൻ്റെ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ ഒരു പിന്തുണ ലഭിച്ചാൽ മാത്രമേ അമ്പലപ്പുഴയിൽ ജി സുധാകരന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ടത്. താൻ 15 വർഷക്കാലം അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയായിരുന്നു. ആ സമയത്ത് എങ്ങനെയൊക്കെയാണോ ജനങ്ങളോട് സഹകരിച്ചത്, അത്തരത്തിലുള്ള സഹകരണം ഇനിയും ഉണ്ടാകും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കും. അതായിരിക്കും ജി സുധാകരൻ എന്ന് ഇപ്പോഴേ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ജി സുധാകരൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധയോടെ നോക്കിക്കാണും CPIM. കാരണം ഈ അമ്പലപ്പുഴയിലെ പരാജയം പാർട്ടി കേൾക്കാൻ പോകുന്നത് വലിയ തരത്തിലെ തിരിച്ചടിയാകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും അമ്പലപ്പുഴയിൽ വിജയിക്കുകയാണ് CPIMൻ്റെ ലക്ഷ്യം. അതിനായി എല്ലാ അടവുകളും പയറ്റും. അതിനുള്ള നീക്കങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. ജി സുധാകരനാകട്ടെ തനിക്ക് കിട്ടിയ പിന്തുണ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മത്സരം ഗംഭീരമാകുമെന്നുള്ളത് ഉറപ്പാണ്.